മസ്കുലോസ്കെലിറ്റൽ പരിക്കുകളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് ഇനി പറയുന്നവ മനസ്സിലാക്കാം. അസ്ഥികൂട വ്യവസ്ഥയും അതിന്റെ ഭാഗങ്ങളും നിർവചിക്കുക. മനുഷ്യന്റെ അസ്ഥികളും സന്ധികളുടെയും ഘടന നിർവചിക്കുക. ഓപ്പൺ ഫ്രാക്ചർ, ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നിവ നിർവചിക്കുക. ഓപ്പൺ ഫ്രാക്ചർ, ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നിവയുടെ ലക്ഷണങ്ങൾ നിർവചിക്കുക. സ്ഥാനഭ്രംശം, ഉളുക്ക് എന്നിവ നിർവചിക്കുക. സ്ഥാനഭ്രംശം, ഉളുക്ക് എന്നിവയുടെ ലക്ഷണങ്ങളും മറ്റും വിശദീകരിക്കുക. ഒടിവുകളുടെയും സ്ഥാനഭ്രംശങ്ങളുടെയും പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വിശദീകരിക്കുക. സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചുറി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. പേശികൾ, അസ്ഥികൾ, ടെൻഡനുകൾ, ലിഗമെന്റുകൾ, സന്ധികൾ, തരുണാസ്ഥികൾ, മറ്റു മൃദുവായ ടിഷ്യൂകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഉൾപ്പെടെ മസ്കുലോസ്കെലിറ്റൽ പരിക്കുകൾ എല്ലിന്റെ സിസ്റ്റത്തിനുണ്ടാകുന്ന പരിക്കുകളായി കണക്കാക്കപ്പെടുന്നു. മസ്കുലോസ്കെലിറ്റൽ പരിക്കുകൾ പെട്ടെന്നുള്ള അധ്വാനത്തിൽ നിന്ന് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഭാരമേറിയ വസ്തു ഉയർത്തുന്നത്, അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ചലനങ്ങളിൽ, അല്ലെങ്കിൽ ബലപ്രയോഗം, വൈബ്രേഷൻ, അതുമല്ലെങ്കിൽ വിചിത്രമായ ബോഡി പോസ്ചർ എന്നിവയിൽ നിന്നുള്ള എക്സ്പോഷർ മൂലം മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചുറീസ് ഉണ്ടാകാം. റോഡപകടമോ വീഴ്ചയോ പോലുള്ള ആഘാത സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന മസ്കുലോസ്കെലിറ്റൽ പരിക്കുകളുടെയും വേദനയുടെയും കാരണമായി കണക്കാക്കപ്പെടുന്നു. മസ്കുലോസ്കെലിറ്റൽ പരിക്കുകൾ ശരീരത്തിന്റെ മുകൾ ഭാഗം, പുറം, കഴുത്ത്, തോളുകൾ, കൈകൾ, കാലുകൾ, പാദങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളെ ബാധിക്കുന്നു. മനുഷ്യ മസ്കുലർ സിസ്റ്റം ലോക്കോമോട്ടർ സിസ്റ്റം എന്നും ആക്ടിവിറ്റി സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. മനുഷ്യർക്ക് അവരുടെ പേശികളും അസ്ഥികൂട സംവിധാനങ്ങളും ഉപയോഗിച്ച് ചലിക്കാനുള്ള കഴിവ് നൽകുന്ന ഒരു അവയവ സംവിധാനമാണിത്. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം ശരീരത്തിന് രൂപം, പിന്തുണ, സ്ഥിരത, ചലനം എന്നിവ നൽകുന്നു. ഇത് അസ്ഥികൾ, പേശികൾ, തരുണാസ്ഥികൾ, ലിഗമെന്റുകൾ, ടെൻഡനുകൾ, സന്ധികൾ, ടിഷ്യൂകളെയും അവയവങ്ങളെയും പിന്തുണയ്ക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന മറ്റ് ബന്ധിത ടിഷ്യൂകൾ എന്നിവയാൽ നിർമ്മിതമാണ്. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ശരീരത്തെ പിന്തുണയ്ക്കുക, ചലനം അനുവദിക്കുക, സുപ്രധാന അവയവങ്ങളെ സംരക്ഷിക്കുക എന്നിവ ഉൾപ്പെടുന്നു. സിസ്റ്റത്തിന്റെ എല്ലിന്റെ ഭാഗം കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ പ്രധാന സംഭരണ സംവിധാനമായി വർത്തിക്കുന്നു. കൂടാതെ ചുവന്ന രക്തകണങ്ങളുടെ ഉൽപാദനത്തിന് ഇത് സഹായിക്കുന്നു. ടെൻഡനുകളും ലിഗമെന്റുകളും പോലുള്ള ബന്ധിത ടിഷ്യൂ വഴി അസ്ഥികൾ മറ്റെല്ലുകളുമായും മറ്റും ബന്ധപ്പെടുന്നു. അസ്ഥികൾ ശരീരത്തിന് സ്ഥിരത നൽകുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ 206 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. ജനന സമയത്ത് 300 അസ്ഥികൾ അടങ്ങിയതാണ് ഇത്. ചില അസ്ഥികൾ കൂടിച്ചേർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ 206 അസ്ഥികളായി കുറയുന്നു. ആക്സിയൽ അസ്ഥികൂട സിസ്റ്റത്തിൽ 80 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. 28 തലയോട്ടിയിലും 52 ശരീരത്തിലും. എന്നാൽ അനുബന്ധ അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സിസ്റ്റത്തിൽ 126 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. ഇരു കൈകളും ഉൾപ്പെടെ മുകൾ ഭാഗങ്ങളിൽ 64ഉം ഇരു കാലുകളും ഉൾപ്പെടെ താഴത്തെ ഭാഗങ്ങളിൽ 64ഉം. അസ്ഥി രൂപീകരണ പ്രക്രിയയാണ് ഓസിഫിക്കേഷൻ ഓഫ് ബോൺ എന്നറിയപ്പെടുന്നത്. ഈ പ്രക്രിയ ഭ്രൂണ വളർച്ചയുടെ 6ാം ആഴ്ച മുതൽ 7ാം ആഴ്ച വരെ ആരംഭിക്കുകയും 25 വയസ്സ് വരെ തുടരുകയും ചെയ്യുന്നു. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓരോ അസ്ഥികൂടത്തിലും ക്ലിക്ക് ചെയ്യുക. ആക്സിയൽ അഥവാ അക്ഷീയ അസ്ഥികൂടത്തിൽ 80 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. അവയിൽ തലയോട്ടി, തൊറാക്സ്, ഒപ്പം വെർട്ടിബ്രൽ അല്ലെങ്കിൽ നട്ടെല്ല് അടങ്ങിയിരിക്കുന്നു. അനുബന്ധ അസ്ഥികൂടത്തിൽ അഥവാ അപ്പൻഡിക്കുലർ സിസ്റ്റത്തിൽ 126 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. ക്ലാവിക്കുകൾ, സ്കാപ്പുല, മുകൾ ഭാഗത്തെ കൈകൾ, വിരലുകൾ, കാലുകൾ, പെൽവിസ്, ഇടുപ്പ്, താഴത്തെ കൈകാലുകൾ, പാദങ്ങൾ, കാൽവിരലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യന്റെ അസ്ഥിഘടനയെയും സന്ധികളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. അസ്ഥികൂട വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിലൂടെ ഇനി നമുക്ക് കടന്നു പോകാം. അസ്ഥികൂട വ്യവസ്ഥ ശരീരത്തിന് പിന്തുണ നൽകുന്നു. ധാതുക്കളും ലിപ്പിഡുകളും സംഭരിക്കുന്നു. രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ശരീരാവയവങ്ങളെ സംരക്ഷിക്കുന്നു. ഒപ്പം ചലനത്തിന് സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അസ്ഥികൂട വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയും. മസ്കുലോസ്കെലിറ്റൽ പരിക്കിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇനി പറയാം.
മസ്കുലർ സ്കെലറ്റൽ പരിക്കുകൾ മസ്കുലർ അല്ലെങ്കിൽ എല്ലിന്റെ സിസ്റ്റങ്ങൾക്ക് ഉണ്ടാകുന്ന നാശത്തിന്റെ ഫലമാണ്. ഇത് സാധാരണയായി കഠിനമായ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ജോലിഭാരം മൂലമാണ് സംഭവിക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധാരണമായ പരിക്കുകളിൽ ഒന്നാണിത്. ആഘാതം മൂലവും ഇവ സംഭവിക്കുന്നു. മസ്കുലർ സ്കെലറ്റൽ പരിക്കിന്റെ ലക്ഷണങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. കൈകൾ, കാലുകൾ, തോളുകൾ, കഴുത്ത്, പുറം എന്നിവിടങ്ങളിൽ വേദന, ബാധിത പ്രദേശത്ത് വീക്കം, മരവിപ്പ്, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. ഒന്നിലധികം പരിക്കുകൾ കാരണം ചിലർക്ക് ഒന്നിലധികം ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പേശികൾ, അസ്ഥികൾ, ടെൻഡനുകൾ, രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, മറ്റ് മൃദുവായ ടിഷ്യൂകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മസ്കുലർ സ്കെലറ്റൽ പരിക്കുകളിൽ ഉൾപ്പെടുന്നു. ചികിത്സാ രീതികൾ വ്യത്യസ്തമാണ്, അതിനാൽ വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകാം. മസ്കുലർ സ്കെലറ്റൽ വേദന പേശികൾ, അസ്ഥിബന്ധങ്ങൾ, ടെൻഡനുകൾ, അസ്ഥികൾ എന്നിവയെ കൂടുതലായി ബാധിക്കുന്നു. കൂടുതൽ അറിയാൻ ഓരോ കാർഡും ഫ്ലിപ്പ് ചെയ്യുക. പേശികളുടെ പിരിമുറുക്കവും വിണ്ടുകീറലും. അമിതമായ അധ്വാനം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചലനങ്ങളും പേശിക്കുണ്ടാകുന്ന ക്ഷതമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ഥി ഒടിവുകൾ. ആഘാതം അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള സമ്മർദ്ദം മൂലം അസ്ഥികൾ പൊട്ടുന്നു. ടെൻഡിനൈറ്റിസ്. ആവർത്തിച്ചുള്ള ചലനങ്ങൾ മൂലമുണ്ടാകുന്ന ടെൻഡനുകളുടെ വീക്കം. കാർപ്പൽ ടണൽ സിൻഡ്രോം. കൈത്തണ്ടയിൽ മീഡിയൻ നാഡികളുടെ കംപ്രഷൻ പലപ്പോഴും ആവർത്തിച്ചുള്ള കൈചലനങ്ങളിൽ നിന്ന് സംഭവിക്കുന്നു. ഹെർണിയേറ്റഡ് ഡിസ്കുകൾ. ആവർത്തിച്ചുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ആഘാതം കാരണം നട്ടെല്ലിന്റെ ഇന്റർവെർട്ടബിൾ ഡിസ്കുകൾക്ക് പരിക്കേൽക്കുന്നു. ഉളുക്ക് ലിഗമെന്റ് പരിക്കുകൾ. പെട്ടെന്നുള്ള ചലനങ്ങളോ ആഘാതം മൂലം ഉണ്ടാകുന്ന ലിഗമെന്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യുകയോ കീറുകയോ ചെയ്യുന്നു. നാഡി എൻട്രാപ്മെന്റ്. ഞരമ്പുകളുടെ കംപ്രഷൻ അല്ലെങ്കിൽ പഞ്ചിങ് വേദനയിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യത്തിലേക്ക് നയിക്കുന്നു. മൃദുവായ ടിഷ്യൂ പരിക്കുകൾ. സോഫ്റ്റ് ടിഷ്യൂ പരിക്കുകൾ ആഘാതം അല്ലെങ്കിൽ ആവർത്തന സമ്മർദ്ദം മൂലം രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, മറ്റ് സോഫ്റ്റ് ടിഷ്യൂകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഇതുവരെ പഠിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ചോദ്യവും വായിച്ച് ഉത്തരം നൽകുക. സബ്മിറ്റ് ചെയ്യുക. ഒടിവുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒടിവ്, അതിന്റെ ലക്ഷണങ്ങൾ, ഒടിവുകളുടെ തരങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഒടിവ് എന്നത് എല്ലിന്റെ ഒരു പൊട്ടലാണ്. റോഡപകടങ്ങൾ, വീഴ്ചകൾ അല്ലെങ്കിൽ സ്പോർട്സ് പരിക്കുകൾ എന്നിവ കാരണം ഒടിവുകൾ സാധാരണയായി സംഭവിക്കുന്നു. അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതും അസ്ഥികൾ ദുർബലമാകുന്നതിന് കാരണമാകുന്ന ഓസ്റ്റിയോപോറോസിസും ഇതിന് കാരണങ്ങളാണ്. അമിതമായ ഉപയോഗം മൂലം സ്ട്രെസ് ഒടിവുകൾ ഉണ്ടായേക്കാം. ഇത് എല്ലിന്റെ വളരെ ചെറിയ വിള്ളലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഒടിവുകളുടെ തരങ്ങളെയും ലക്ഷണങ്ങളെയും കുറിച്ചറിയാൻ ബന്ധപ്പെട്ട ചിത്രങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. ഒടിവുകളെ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ക്ലോസ്ഡ് ഒടിവ് എന്നാൽ അതിന്റെ മേൽ ത്വക്ക് കേടുകൂടാതിരിക്കും. ശരിയായ സ്പ്ലിന്റിംഗ് ക്ലോസ്ഡ് ഒടിവുമായി ബന്ധപ്പെട്ട കേടുപാടുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഓപ്പൺ ഫ്രാക്ചറിൽ ഒടിഞ്ഞ അസ്ഥി ചർമ്മത്തിൽ തുളച്ചാൽ അതിനെ തുറന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്നും വിളിക്കുന്നു. മുറിവിലൂടെ എല്ല് പുറത്തേക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. കണ്ടാമിനേഷൻ സാധ്യത ഉള്ളതിനാൽ ഈ ഒടിവുകൾ ഗുരുതരമാണ്. ഓപ്പൺ ഫ്രാക്ചറിൽ അസ്ഥികൾ കുറഞ്ഞത് 2 അതിലധികം കഷണങ്ങളായി തകർന്നിരിക്കും. ഒടിവിന്റെ ലക്ഷണങ്ങൾ ഇനി പറയുന്നു. കഠിനമായ വേദനയുണ്ടാകും. വൈകല്യങ്ങൾ. കൈകാലുകൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാം. മുറിവിന് ചുറ്റുമുള്ള വീക്കം, ചതവ്, ആർദ്രത എന്നിവ കാണപ്പെടുന്നു. മരവിപ്പ് ഉണ്ടാകാം. ഒപ്പം കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം. സ്ഥാനഭ്രംശം, ഉളുക്ക്, പിരിമുറുക്കം, പേശിവലിവ് എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? സ്ഥാനഭ്രംശം, ഉളുക്ക്, പേശിവലിവ് എന്നീ പദങ്ങളുടെ ഇനി നമുക്ക് കടന്നു പോകാം. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ട്രയാങ്കിൾ വലിച്ചിടുക. സന്ധിയിൽ നിന്ന് അസ്ഥികൾ വേർപെടുന്നതാണ് സ്ഥാനഭ്രംശം. അതായത് അസ്ഥികൾ അവയുടെ സാധാരണ നിലയില്ലാത്ത ഒരു ജോയിന്റ് ആണ് ഡിസ്ക്ലോസ്ഡ് ജോയിന്റ്. ഉളുക്ക് എന്നത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടതോ
കീറിയതായ ലിഗമെന്റ് ആണ്. സന്ധികളിൽ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ടിഷ്യൂകളാണ് ലിഗമെന്റുകൾ. വീഴുകയോ വളയുകയോ അടിയേൽക്കുകയോ ചെയ്യുന്നത് ഉളുക്കിന് കാരണമാകും. കണങ്കാൽ, കൈത്തണ്ട എന്നിവയ്ക്ക് ഉളുക്ക് സാധാരണമാണ്. വേദന, നീർവീക്കം, ചതവ്, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്തത് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പരിക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലിഗമെന്റ് കീറിയതായി അനുഭവപ്പെടാം. സ്ട്രെയിനിന്റെ ലക്ഷണങ്ങൾ ഇനി പറയുന്നു. വേദനയോ ആർദ്രതയോ അനുഭവപ്പെടുക, പരിക്കേറ്റ പ്രദേശത്ത് ചുവപ്പ് അല്ലെങ്കിൽ ചതവ് അനുഭവപ്പെടുക, ചലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുക, പേശി വലിവ്, നീർവീക്കം, പേശികളുടെ ബലഹീനത എന്നിവ അനുഭവപ്പെടുക. ഇവ സ്ട്രെയിനിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം. മസിൽ ക്രാമ്പ് അഥവാ പേശി വലിവുകൾ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വേദനയോ ആർദ്രതയോ അനുഭവപ്പെടുക, ബാധിക്കപ്പെട്ട പ്രദേശത്ത് ചർമ്മത്തിൽ ചുവപ്പ് കളർ ഉണ്ടായിരിക്കും, പേശികളുടെ ബലഹീനത അനുഭവപ്പെടുക, കഠിനമായ അസ്വസ്ഥത അനുഭവപ്പെടുക. ഇവ പേശി വേദനയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാം. ഇപ്പോൾ നിങ്ങൾ സ്ട്രെയിൻ, ഡിസ്ലൊക്കേഷൻ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി അതിന്റെ സൈൻ ആൻഡ് സിംറ്റംസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോന്നിനെ കുറിച്ചും അറിയാൻ അതത് കോളം ചതുരത്തിലേക്ക് വലിച്ചിടുക. സിംറ്റംസ് ഓഫ് ഡിസ്ലൊക്കേഷൻ. നംബ്നെസ് അനുഭവപ്പെടാം, അത് ജോയിന്റുകളിൽ അനുഭവപ്പെടും. നിങ്ങൾ ജോയിന്റ് ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കഠിനമായ വേദന അനുഭവപ്പെടാം. നിങ്ങളുടെ മൂവ്മെന്റ് ലിമിറ്റഡ് ചെയ്യപ്പെടും. വീക്കം ഉണ്ടാകാം. പ്രദേശത്ത് നിറവ്യത്യാസം അനുഭവപ്പെടാം. ഇനി നമുക്ക് സ്പ്രെയിനിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പഠിക്കാം. കൈക്കുഴ, കണങ്കാൽ എന്നിവയുടെ സ്പ്രെയിൻ സാധാരണമാണ്. വേദന, വീക്കം, നിറവ്യത്യാസം എന്നിവ നിങ്ങൾക്ക് ജോയിന്റിൽ അനുഭവപ്പെടാം. നിങ്ങൾക്ക് സ്പ്രെയിൻ ഉണ്ടെങ്കിൽ ലിഗമെന്റ് കീറിയതുപോലെ അനുഭവപ്പെടുന്നു. ഇനി നമുക്ക് സ്ട്രെയിനിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം. വേദന, ആർദ്രത എന്നിവ ഉണ്ടാകും. ചുവന്ന നിറത്തിലുള്ള നിറവ്യത്യാസം അനുഭവപ്പെടാം. ലിമിറ്റഡ് മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാകുക. മസിലുകളിൽ വേദന അനുഭവപ്പെടും. വീക്കം ഉണ്ടാകാം. മസിലുകൾ വീക്ക്നെസ് അനുഭവപ്പെടാം. മസിൽ ക്രാമ്പുകൾ. വേദനയോ ആർദ്രതയോ അനുഭവപ്പെടുക. പരിക്കേറ്റ പ്രദേശത്ത് ചർമ്മത്തിന്റെ ചുവപ്പ് നിറം അനുഭവപ്പെടുക. പേശികളുടെ ബലഹീനത അനുഭവപ്പെടുക. കഠിനമായ അസ്വസ്ഥത. ഇവ പേശി വേദനയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാം. പേശികൾ മൃദുവായി വലിച്ചിടുന്നതോ ധാരാളം ദ്രാവകം കഴിക്കുന്നതിലൂടെയോ പേശി വലിവ് ചികിത്സിക്കാം. നിങ്ങളിപ്പോൾ ഡിസ്ലൊക്കേഷൻ, സ്ട്രെയിൻ എന്നിവയുടെ ലക്ഷണങ്ങളിലൂടെ കടന്നുപോയി. ഇനി ഇവയുടെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവിനെ അനുസരിച്ചിരിക്കുന്നു. ലുക്കിംഗ്, ലിസണിംഗ്, ഫീലിംഗ് എന്നീ മെത്തേഡിലൂടെയാണ് പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇനി പറയുന്ന സ്റ്റെപ്പുകളിൽ നടത്താം. പ്രാഥമിക വിലയിരുത്തൽ നടത്തുക. ജീവൻ അപകടപ്പെടുന്ന പ്രശ്നം തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുക. മറ്റ് കാണപ്പെടുന്ന മുറിവുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതിരിക്കുക. ആവശ്യമെങ്കിൽ സെർവിക്കൽ കോളർ ഉപയോഗിക്കാനും ഓക്സിജൻ നൽകാനും ശ്രമിക്കുക. BP ഡോക്ക് ഉപയോഗിച്ച് ശാരീരിക പരിശോധന നടത്തുക. ദൃശ്യമായ രക്തസ്രാവം പരിശോധിക്കുക. കഠിനമായ വേദന വിലയിരുത്തുക. സന്ധികളിലെയും എല്ലുകളുടെയും ദൃശ്യമായ വൈകല്യങ്ങൾ കണ്ടെത്തുക. ഓപ്പൺ ഇഞ്ചുറിക്കായി പരിശോധിക്കുക. ക്രെപ്റ്റിസ് സൗണ്ട് കേൾക്കുക. പരിക്കുകൾ സ്റ്റെബിലൈസ് ചെയ്യുക. മാനുവൽ സ്റ്റെബിലൈസേഷൻ നൽകിക്കൊണ്ട് മുറിവേറ്റ സ്ഥലം സുരക്ഷിതമാക്കുക. ശരിയായ ഇമ്മൊബിലൈസേഷൻ വരെ സ്ഥിരത നിലനിർത്തുക. പരിക്ക് എക്സ്പോസ് ചെയ്യുക. വീക്കം വരുന്നതിന് മുമ്പ് വസ്ത്രങ്ങൾ മുറിച്ച് ആഭരണങ്ങൾ നീക്കം ചെയ്യുക. തുറന്ന മുറിവുകൾ ചികിത്സിക്കുകയും രക്തസ്രാവം നിയന്ത്രിക്കുകയും ചെയ്യുക. വൃത്തിയുള്ളതോ അണുമുക്തമായ ഡ്രസ്സിംഗ് ഉപയോഗിച്ച് മുറിവുകൾ കെട്ടിവെക്കുക. തകർന്ന അസ്ഥികൂടങ്ങളുടെ അറ്റത്ത് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്നത് ഒഴിവാക്കുക.
പരിക്കിൽ നിന്ന് അസ്ഥിയുടെ അറ്റങ്ങൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം പ്രഷർ പോയിന്റുകൾ ഉപയോഗിക്കുക. ശ്രദ്ധാലുവായിരിക്കുക. സ്പ്ലിന്റ് ചെയ്യാനുള്ള വസ്തുക്കൾ തയ്യാറാക്കുക. ഇരയ്ക്ക് സ്പ്ലിന്റിംഗ് ശ്രദ്ധാപൂർവ്വം വിനിയോഗിക്കുക. സ്പ്ലിന്റിംഗ് സ്ഥാനത്ത് ക്രമീകരിക്കുക. സ്പ്ലിന്റ് ചെയ്യുന്ന സമയത്ത് മാനുവൽ സ്റ്റെബിലേഷൻ നിലനിർത്തുക. ശരിയായ രക്തചക്രണം വിട്ടുവീഴ്ചയില്ലെന്ന് ഉറപ്പാക്കുക. അടുത്തുള്ള സന്ധികളും മുറിവേറ്റ സ്ഥലവും സുരക്ഷിതമാക്കുക. സ്പ്ലിന്റിന് ശേഷവും പൾസ്, മോട്ടോർ പ്രവർത്തനം, സംവേദനം എന്നിവ വീണ്ടും വിലയിരുത്തുക. വേദനയും വീക്കവും കുറയ്ക്കാൻ തണുത്ത പാക്കുകളോ ഐസോ പുരട്ടുക. ഷോക്കിന് വേണ്ടി ചികിത്സിക്കുക. ഇരയുടെ അവസ്ഥ നിരീക്ഷിക്കുകയും ഉചിതമായ പരിചരണം നൽകുകയും ചെയ്യുക. പ്രത്യേക പരിക്കുകൾക്കും സ്പ്ലിന്റുകളുടെ പ്രയോഗത്തിനു ശേഷം PHD ചികിത്സയ്ക്ക് മുമ്പും ശേഷവും നമ്മൾ പൾസ്, മോട്ടോർ പ്രവർത്തനം, സംവേദനം എന്നിവ പുനർനിർണ്ണയിക്കണം. സ്പ്ലിന്റിംഗ് 2 തരത്തിലുണ്ട്. കൈകൾക്കുള്ള സ്പ്ലിന്റിംഗ്, കാലുകൾക്കുള്ള സ്പ്ലിന്റിംഗ്. ഇനി വരാനിരിക്കുന്ന സൈഡുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പർ എക്സ്ട്രിമിറ്റി അഥവാ കൈകളിലെ സ്പ്ലിന്റിങ്ങുകൾ ഇനി ഉൾപ്പെടുന്നു. തോളുകളും ക്ലാവിക്കുകളും, ഹ്യൂമറസ് അല്ലെങ്കിൽ മുകളിലെ കൈയും തോളും, കൈമുട്ട്, കൈത്തണ്ടയും ഒപ്പം കൈവിരലുകളും മറ്റും. കൂടുതൽ അറിയാൻ ഓരോ കാർഡിലും ഫ്ലിപ്പ് ചെയ്യുക. തോളുകളും ക്ലാവിക്കുകളും ലക്ഷണങ്ങൾ: തൂങ്ങി നിൽക്കുന്നു, വൈകല്യം ഉണ്ടാകാം അല്ലെങ്കിൽ അസിമെട്രി ഉണ്ടാകാം. സീലിംഗ് ആൻഡ് സാത്ത് ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ പാഡിംഗ് ഉപയോഗിക്കുക. ഹ്യൂമറസ് അല്ലെങ്കിൽ മുകളിലെ കൈയും തോളും. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം. ചികിത്സ: പാഡ് ഉപയോഗിച്ച് ഭുജത്തിന്റെ പുറംഭാഗത്ത് കർക്കശമായ സ്പ്ലിന്റിംഗ് നടത്തുക. തുടർന്ന് സീലിംഗ് സാത്ത് ഉപയോഗിക്കുക. കൈമുട്ട് കണ്ടെത്തിയ അതേ സ്ഥലത്ത് സ്പ്ലിന്റിംഗ് ഉപയോഗിക്കുക. നേരെയാക്കാൻ ശ്രമിക്കരുത്. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം എന്നിവ അനുഭവപ്പെടുക. ചികിത്സ: കൈകൾ മുട്ടിന് നേരെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ സീലിംഗും സാത്തും തലയണയും പുതുപ്പും ഉപയോഗിച്ച് ചെയ്യുക. കൈമുട്ട് നേരെയാണെങ്കിൽ മുഴുവൻ കൈയും കക്ഷം മുതൽ വിരൽ വരെ സ്പ്ലിന്റ് ചെയ്യുക. കൈത്തണ്ടയും റിസ്റ്റും. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം എന്നിവ ഉണ്ടാകാം. ചികിത്സ: ഒരു ആംബോർഡ് ഉപയോഗിച്ച് ബാധിക്കാട് പ്രദേശം സ്പ്ലിന്റ് ചെയ്യുക. തുടർന്ന് ഒരു സീലിംഗ് സാത്ത് ഉപയോഗിക്കുക. ന്യൂമാറ്റിക് സ്പ്ലിന്റുകളും ഓപ്ഷനുകളാണ്. കൈകളും വിരലുകളും. കാപ്പിലറി റീഫിൽ ഉപയോഗിച്ച് പൾസ് പരിശോധിക്കുക. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം എന്നിവ ഉണ്ടാകാം. ചികിത്സ: ഒടിഞ്ഞ കൈവിരലുകൾ തൊട്ടടുത്തുള്ള മറ്റൊരു വിരലിൽ ചേർത്ത് വെച്ച് ടേപ്പ് ചെയ്യുക. ഒന്നിലധികം വിരലുകളുടെ ഒടിവുകൾക്ക് മുഴുവൻ കൈയും സ്പ്ലിന്റ് ചെയ്യുക. വൻതോതിലുള്ള രക്തനഷ്ടം മൂലം പെൽവിക് പരിക്കുകൾ ജീവന് ഭീഷണിയായേക്കാം. പെൽവിക് പരിക്കുകളുടെ കേസുകളിൽ ഷോക്ക് ഉണ്ടോ എന്ന് സംശയിക്കണം. പെൽവിസിനെ മുറിവേൽക്കാൻ ശക്തിയുള്ള ഏതൊരു ശക്തിയും നട്ടലിനും പരിക്കേൽപ്പിക്കും. പെൽവിക് പരിക്കിന്റെ ലക്ഷണങ്ങളും ഇനി നോക്കാം. വേദന, പ്രത്യേകിച്ച് എലിയാക് ക്രിസ്റ്റലുകളിലോ പെൽവിക് അസ്ഥികളിലോ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഉണ്ടാകാം. പുറകിൽ കിടക്കുമ്പോൾ കാലുകൾ ഉയർത്താനുള്ള കഴിവില്ലായ്മ. പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നോക്കാം. രോഗിയുടെ ചലനം കുറയ്ക്കുക. പിന്തുണയില്ലാതെ പെൽവിസ് ഉപയോഗിച്ച് ലോഗ് റോൾ ചെയ്യുകയോ രോഗിയെ ഉയർത്തുകയോ ചെയ്യരുത്. ഞരമ്പ് മുതൽ പാദങ്ങൾ വരെ രോഗിയുടെ കാലുകൾക്കിടയിൽ ഒരു മടക്കി വെച്ച പുതപ്പ് വെക്കുക. ക്രാവറ്റുകൾ ഉപയോഗിച്ച് അവ ബന്ധിപ്പിക്കുക. മുകളിലത്തെ താൾ, താഴത്തെ കാൽ എന്നിവയുമായി ബന്ധിപ്പിക്കുക. രോഗിയെ ഒരു നീണ്ട ബാക്ക് ബോർഡിൽ കിടത്തുക. ഷോക്കിന് വേണ്ടി ചികിത്സിക്കുക. ഇടുപ്പലിൽ ഉണ്ടാകുന്ന പരിക്കുകൾ. ഇടുപ്പ് അല്ലെങ്കിൽ പെൽവിക് ഒടിവ് അല്ലെങ്കിൽ സ്ഥാനഭ്രംശം എന്നിവയിൽ നിന്ന് മുകളിലെ തുടയൽ ഒടിവ് വരെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകൾ പെൽവിക് പരിക്കുകളായി വിലയിരുത്തുക. ഇടുപ്പിന്റെ പരിക്കിന്റെ ലക്ഷണങ്ങൾ: വേദന, നീർവീക്കം, നിറവ്യത്യാസം, കാലുകൾ ചലിപ്പിക്കാനുള്ള കഴിവില്ലായ്മ. കാലുകളുടെ സാധ്യമായ ചലനം ഇൻവാർഡ് ഓർ ഔട്ട്വാർഡ് മാത്രമായിരിക്കും. ഇനി പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നോക്കാം. രോഗിയുടെ കാലുകൾക്കിടയിൽ ഒരു മടക്കി വെച്ച പുതപ്പ് ഉപയോഗിച്ച് കാലുകൾ ബന്ധിപ്പിക്കുക. തലയണകൾ ഉപയോഗിച്ച് ഇടുപ്പിനെ പിന്തുണയ്ക്കുക. നീണ്ട ബാക്ക് ബോർഡിൽ രോഗിയെ സ്ഥിരപ്പെടുത്തി കടത്തുക. തുടയുടെ പുറംഭാഗം മുതൽ കക്ഷം മുതൽ പാഡിംഗ് വരെ ഉപയോഗിച്ച് നീളമുള്ള സ്പ്ലിന്റുകൾ ഉപയോഗിക്കുക. ക്രാവറ്റുകൾ ഉപയോഗിച്ച് ഈ സ്പ്ലിന്റിംഗ് സുരക്ഷിതമാക്കുക. ഫീമറൽ പരിക്കുകൾ. തുടയിൽ ഒടിവ് വളരെ വലിയ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും. ഇത് ഷോക്കിലേക്ക് നയിക്കാം. ജീവൻ അപകടപ്പെടുത്താവുന്ന അവസ്ഥ ആദ്യം ചികിത്സിക്കുക. തുടയിൽ ഒടിവിന്റെ ലക്ഷണങ്ങൾ ഇനി പറയുന്നു. വേദന പലപ്പോഴും തീവ്രമാണ്. വൈകല്യവും കാഠിന്യവും അനുഭവപ്പെടാം. ലിംബുകൾ ചുരുങ്ങാം. തുടയിൽ പരികൾക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇനി പറയുന്നു.
കാല് നേരായ നിലയിലാണെങ്കിൽ 2 പാഡഡ് സ്പ്ലിന്റ് ഉപയോഗിക്കുക. ഒന്ന് ഞരമ്പ് മുതൽ കാൽ വരെ അകത്തെ തുടയിൽ, മറ്റൊന്ന് പുറം തുടയിൽ കക്ഷം മുതൽ കാൽ വരെ. ക്രാവറ്റുകൾ ഉപയോഗിച്ച് ഇവ സുരക്ഷിതമാക്കുക. കാൽമുട്ടിന് ഉണ്ടാകാവുന്ന പരിക്കുകൾ. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം എന്നിവ ഉണ്ടാകാം. കാലുകൾ വളഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ നിശ്ചലമാക്കി വയ്ക്കുക. ചെറിയ പാഡഡ് സ്പ്ലിന്റുകൾ ഉപയോഗിച്ച് എല്ലുകൾക്ക് മുകളിലും താഴെയുമായി സ്പ്ലിന്റ് ചെയ്യുക. നേരായ സ്ഥാനത്താണ് ഉള്ളതെങ്കിൽ 2 പാഡഡ് സ്പ്ലിന്റുകൾ ഉപയോഗിക്കുക. ഒന്ന് ഗ്രോയിൻസ് മുതൽ പാദം വരെ, മറ്റേത് പുറം ഭാഗത്തും ഉപയോഗിച്ച് ക്രാവറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. ടിബിയ അല്ലെങ്കിൽ ഫിബുല പരിക്ക്. ലക്ഷണങ്ങൾ: വേദന, വീക്കം, വൈകല്യം. പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്: ഗ്രോയിൻസിൽ നിന്ന് കാലിലേക്കും തുടയിൽ നിന്നും പാദത്തിലേക്കും 2 നീളമുള്ള സ്പ്ലിന്റ് ഉപയോഗിച്ച് ക്രാവറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. ഒരു ന്യൂമാറ്റിക് സ്പ്ലിന്റും ഉപയോഗിക്കാവുന്നതാണ്. കണങ്കാലിനും കാലിനുമുള്ള പരിക്കുകൾ. വേദന, വീക്കം, വൈകല്യം എന്നിവ ലക്ഷണങ്ങളാണ്. പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇനി പറയുന്നു. സ്റ്റെബിലൈസ് ചെയ്യുക. ഷൂസും സോക്സും നീക്കം ചെയ്യുക. സാധ്യമെങ്കിൽ പരിക്ക് എക്സ്പോസ് ചെയ്യുക. ക്രാവറ്റുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി തലയണ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്പ്ലിന്റ് ചെയ്യുക. പാഡ് ബോർഡുകൾ ഉപയോഗിച്ചും സ്പ്ലിന്റ് ചെയ്യാം. ലോവർ എക്സ്ട്രിമിറ്റി, അപ്പർ എക്സ്ട്രിമിറ്റി എന്നിവയുടെ സ്പ്ലിന്റുകളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കാം. സ്പ്ലിന്റ് എന്ന പദത്തെക്കുറിച്ചും സ്പ്ലിന്റുകളുടെ തരങ്ങളെക്കുറിച്ചും അവയുടെ പൊതുവായ നിയമങ്ങളെക്കുറിച്ചും ഇപ്പോൾ പഠിക്കാം. സ്പ്ലിന്റ് എന്നത് വേദനയുള്ളതോ വീർത്തതോ വികലമായതോ ആയ ശരീരഭാഗങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ശരീരഭാഗങ്ങളുടെ കൂടുതൽ ചലനം തടയുക എന്നതാണ് സ്പ്ലിന്റിന്റെ പ്രാഥമിക ലക്ഷ്യം. എങ്കിലും സ്പ്ലിന്റ് ഫലപ്രദമാകണമെങ്കിൽ അത് അടുത്തുള്ള സന്ധികളും അസ്ഥികളിലെയും അറ്റങ്ങളും നിശ്ചലമാക്കി വെക്കേണ്ടതുണ്ട്. മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിന്റെ തകരാറുകൾ ചികിത്സിക്കാൻ സ്പ്ലിന്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. വേദനയ്ക്കും രോഗാവസ്ഥയ്ക്കും ഒരു അവയവത്തെ താൽക്കാലികമായി നിശ്ചലമാക്കുക, നീർവീക്കം കുറയ്ക്കുക, മസ്തിഷ്ക കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ വാസ്കുലർ പരിക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ സാധ്യത കുറയ്ക്കുക, ഉളുക്കുകൾ, മുറിവുകൾ, ഒടിവുകൾ, സ്ഥാനഭ്രംശങ്ങൾ അല്ലെങ്കിൽ മറ്റ് വേദനാജനകമായ സന്ധിവേദനകൾ എന്നിവ ആണ് സ്പ്ലിന്റ് ചെയ്യാനുള്ള പ്രധാന സൂചകങ്ങൾ. ഇനി നമുക്ക് സ്പ്ലിന്റിന്റെ കാരണങ്ങൾ അന്വേഷിക്കാം. സ്പ്ലിന്റിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നു. അസ്ഥിശകലങ്ങൾ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിച്ച സന്ധികളുടെ ചലനം തടയാൻ, വേദനയും കഷ്ടപ്പാടും കുറയ്ക്കാൻ, സോഫ്റ്റ് ടിഷ്യൂകൾക്കുള്ള കേടുപാടുകൾ കുറയ്ക്കുന്നതിന്, ഉദാഹരണത്തിന് ഞരമ്പുകൾ, ധമനികൾ, സിരകൾ, പേശികൾ എന്നിവയെ, അടഞ്ഞ ഒടിവ് തുറന്ന ഒടിവായി മാറുന്നത് തടയാൻ, രക്തനഷ്ടം അല്ലെങ്കിൽ ഷോക്ക് കുറയ്ക്കുന്നതിന്. അഞ്ച് തരം സ്പ്ലിന്റുകൾ ഉണ്ട്. അവ റിജിഡ് സ്പ്ലിന്റ്, കൺഫോമിംഗ് സ്പ്ലിന്റ്, ട്രാക്ഷൻ സ്പ്ലിന്റ്, സ്വില്ലിംഗ് ആൻഡ് സാത്ത്, ഇംപ്രൂവൈസ്ഡ് സ്പ്ലിന്റ് എന്നിവയാണ്. ക്ലിക്ക് ചെയ്യുക. ശരീരഘടനാപരമായ സ്ഥാനത്ത് കാലുകളുടെ സ്പ്ലിന്റ് ഉപയോഗിക്കുന്നു. നീണ്ട അസ്ഥി പരിക്കുകൾക്ക് അനുയോജ്യമാണ് റിജിഡ് സ്പ്ലിന്റ്. ഉദാഹരണത്തിന് കാർഡ്ബോർഡ്, മരം എന്നിവ ഉപയോഗിക്കാം. അടുത്തത് ട്രാക്ഷൻ സ്പ്ലിന്റ്. തുടയൽ ഒടിവുകൾക്കായി ഇത് പ്രത്യേകമായി ഉപയോഗിക്കുന്നു. ഇംപ്രവൈസ്ഡ് സ്പ്ലിന്റ്. ഒരു പുസ്തകം, കാർഡ്ബോർഡ്, തലയണ, പുതപ്പ് മുതലായവ ഉപയോഗിച്ച് ഇവ നിർമ്മിക്കാം. കൺഫോമിംഗ് സ്പ്ലിന്റ്. വിവിധ കോണുകളിലോ അഗ്രഭാഗത്ത് ചുറ്റുന്നതിനോ ഇത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എയർ അല്ലെങ്കിൽ വാക്വം സ്പ്ലിന്റ്. സ്വില്ലിംഗ് ആൻഡ് സ്വാത്ത്. മുറിവേറ്റ കൈ ശരീരത്തിൽ നേരെ പിടിക്കാൻ ഉപയോഗിക്കുന്ന 2 ത്രികോണ ബാൻഡേജുകൾ ഉൾപ്പെട്ടതാണ് സ്വില്ലിംഗ് ആൻഡ് സ്വാത്ത്. സ്പ്ലിന്റ് ചെയ്യുന്ന രീതി പരിഗണിക്കാതെ തന്നെ എല്ലാതരം സ്റ്റെബിലൈസ് വർക്കുകൾക്കും ഇനി പറയുന്ന നിയമങ്ങൾ ബാധകമാണ്. സാധ്യമെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ രോഗിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പരിക്കേറ്റ കൈകാലുകൾ നിശ്ചലമാക്കുന്നതിന് മുമ്പ് രക്തസ്രാവം എക്സ്പോസ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. ജോയിന്റ് നിശ്ചലമാക്കുന്നതിന് മുമ്പ് മുറിവേറ്റ സ്ഥലത്ത് ചുറ്റുമുള്ള വസ്ത്രങ്ങൾ മുറിച്ചു നീക്കുക. സൈറ്റിൽ നിന്ന് അതിനു താഴെയുള്ള എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്യുക. PMS അല്ലെങ്കിൽ പൾസ് മോട്ടോർ പ്രവർത്തനം, സംവേദന എന്നിവ വിലയിരുത്തുക.
വേദനയോ ക്രിപ്റ്റോസണ്ടോ നന്നായില്ലെങ്കിൽ മൃദുവായ ട്രാക്ഷൻ ഉപയോഗിച്ച് അസ്ഥിയെ സ്റ്റെബിലൈസ് ചെയ്യുക. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അസ്ഥിയുടെ അറ്റങ്ങൾ തിരികെ അതിന്റെ സ്ഥാനത്തേക്ക് തള്ളി വെക്കാൻ ശ്രമിക്കരുത്. എന്നിരുന്നാലും അവ പുനഃസ്ഥാപിക്കുമ്പോൾ തിരികെ സ്ഥലത്തേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രയോഗിക്കുന്നതിന് മുമ്പ് ഒരു സ്പ്ലിന്റ് പാഡ് ഉപയോഗിക്കുക. ഒരു സന്ധിക്ക് പരിക്കേറ്റാൽ മുകളിലും താഴെയുമുള്ള അസ്ഥികൾക്കൊപ്പം തന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ഇനി നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് പഠിക്കാം. സന്നദ്ധ പ്രവർത്തകർക്ക് വിവിധ രീതിയിൽ സഹായിക്കാനാകും. സംഭവ സ്ഥലത്ത് നിന്ന് നിലവിലുള്ള അപകട സാധ്യതകൾ നീക്കി ഇരകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. പരിക്കേറ്റ ഇരകളെ സ്വമേധയോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ചോ ചുമക്കുന്നതിൽ രക്ഷാപ്രവർത്തകർക്ക് സഹായിക്കാൻ കഴിയും. പരിക്കേറ്റ ഇരകളുടെ ഡ്രസ്സിങ്ങിനും അവരെ സ്റ്റെബിലൈസ് ചെയ്യാനും മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർമാരെ സഹായിക്കാൻ കഴിയും. മുറിവുകൾ വഷളാകാതിരിക്കാൻ ചില രോഗാവസ്ഥകൾ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ആവശ്യമാണെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിഞ്ഞിരിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെയോ കാത്തിരിക്കണം. അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പരിപാലനത്തിൽ വോളണ്ടിയർമാർക്ക് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കാൻ സാധിക്കും. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. മസ്കുലോസ്കെലറ്റൽ പരിക്കുകൾ ശരീരത്തിന്റെ ചലന സംവിധാനത്തെ ബാധിക്കുന്നു. സന്ധികൾ, പേശികൾ, എല്ലുകൾ, മറ്റു പിന്തുണയ്ക്കുന്ന ഘടനകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. മനുഷ്യന്റെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം പേശികളുടെയും എല്ലുകളുടെയും ചലനം സാധ്യമാക്കുന്നു. അതേസമയം കാൽസ്യം പോലുള്ള ധാതുക്കളുടെ സംഭരണ സംവിധാനമായും പ്രവർത്തിക്കുന്നു. ശരീരത്തിന് സ്ഥിരത നൽകുന്ന ടെൻഡനുകളും ലിഗമെന്റുകളും പോലുള്ള ബന്ധിത ടിഷ്യൂകളാൽ ഈ സംവിധാനം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ അസ്ഥികൂടത്തിൽ 206 അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു. അത് ജനന സമയത്ത് 300 അസ്ഥികളിൽ നിന്ന് രൂപം കൊള്ളുന്നു. അത് കാലക്രമേണ സംയോജിക്കുന്നു. കഠിനമായ പ്രവർത്തനങ്ങൾ, ആവർത്തിച്ചുള്ള ചലനങ്ങൾ അല്ലെങ്കിൽ ആഘാതകരമായ സംഭവങ്ങൾ എന്നിവയിൽ നിന്നാണ് മസ്കുലോസ്കെലറ്റൽ പരിക്കുകൾ ഉണ്ടാകുന്നത്. സാധാരണ ജോലി സംബന്ധമായ പരിക്കുകൾ പലപ്പോഴും അപകടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ മൂലമുണ്ടാകുന്ന ഒടിവുകൾ എല്ലുകളെ ദുർബലപ്പെടുത്തുകയും അമിതമായ ഉപയോഗത്തിൽ നിന്ന് സമ്മർദ്ദം ഒടിവുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഒടിവുകളുടെയും സ്ഥാനചലനങ്ങളുടെയും പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, ശരീരഭാഗങ്ങളെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും പരിശോധന, സ്ഥിരത, സ്പ്ലിന്റിംഗ് എന്നിവയും ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സാമാണ്. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മൂല്യമുള്ളതാണ്. പരീക്ഷ പാസ്സാക്കാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. മുഴുവൻ ചോദ്യങ്ങളും വായിച്ച് ഉത്തരം സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു.